നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. യുകെയും ഓസ്ട്രേലിയയും തമ്മിലുള്ള വ്യത്യാസം പല വീഡിയോകളിലൂടെയും പല യൂട്യൂബ് ചാനലുകളിലൂടെയും നിങ്ങൾ കണ്ടെത്തിയിട്ടാണ്. പക്ഷേ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയട്ടെ, യുകെയിൽക്കാരിലും ഒരു മടങ്ങ് മുന്നിലാണ് ഓസ്ട്രേലിയയിലെ ജീവിതം എന്ന് എനിക്ക് തോന്നുന്നു. യുകെയിൽ തന്നെ ഞങ്ങൾ വേക്ക്ഫീൽഡ് എന്ന് പറയുന്ന ചെറിയ പട്ടണത്തിലാണ് നിന്നത്. ഞങ്ങളുടെ കയ്യെത്തും ദൂരത്തു തന്നെ എല്ലാം ഉണ്ടായിരുന്നു. ആൽദി ആയാലും പിന്നെ സെയിൻസ്ബറി ആയാലും മോർസൺസ് ആയാലും ഞങ്ങളുടെ വീടിൻ്റെ 4 സൈഡിലും തന്നെ ചെറിയ പട്ടണത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ വിട്ടു വന്നപ്പം വളരെ വിഷമമായിരുന്നു. ഇനി ചെല്ലുന്നിടത്ത് എങ്ങനെയാവും, ദൂരെ പോകണം, ഓസ്ട്രേലിയയാണ്, കിലോമീറ്ററോളം സഞ്ചരിച്ച് കടകളിൽ പോകണം, വീടുകളിൽ പോകണം, സാധനങ്ങൾ മേടിക്കാൻ പോകണം എന്നൊക്കെ പലരും ഇങ്ങനെ പല വീഡിയോകളിലും പലർക്കും പല അനുഭവങ്ങളായിരിക്കും, അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുകെയിൽ എങ്ങനെയായിരുന്നു അതിൽ നിന്ന് ഒരു പിടി മുന്നിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിപ്പെട്ടേക്കുന്ന സ്ഥലം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വരാനിരിക്കുന്ന ആര് തന്നെയായാലും ഞാൻ 100% അവരോട് പറയും, നിങ്ങൾ വരുന്ന സ്ഥലത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എങ്ങനെയാണ് നിങ്ങളുടെ ഒരു താമസം എന്നുള്ളത്. മറ്റുള്ള യൂട്യൂബ് ചാനലുകളിൽ നിന്നും കേട്ടും നമ്മൾ നെഗറ്റീവുകൾ കേട്ടും എല്ലാവരും, ഞാൻ തന്നെ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് പോകണോ വേണ്ട എന്ന്. കാരണം യുകെയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്രയും നല്ലൊരു സെറ്റായ ഒരു സ്ഥലമായിരുന്നു. നമ്മൾ എന്തുകൊണ്ട് 3 വർഷം കൊണ്ട് ഒരുപാട് ഫ്രണ്ട്സിനെ ആയാലും നമുക്ക് ഒരുപാട് ജോലിയൊക്കെ ആയാലും എല്ലാം കൊണ്ട് നമ്മൾ അവിടെ സെറ്റിൽ ആയതായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് ഒരു പറിച്ചുനടയിൽ എന്ന പോലെ തന്നെയാണ് നമ്മൾ ഓസ്ട്രേലിയയിലെ വാഗാബാഗ എന്ന സ്ഥലത്ത് വന്നത്. പക്ഷേ വന്ന ആ നിമിഷം പോലും ഞങ്ങൾക്ക് ഒന്നും നെഗറ്റീവായിട്ട് തന്നെ തോന്നില്ല. ഞങ്ങൾ വന്ന നിമിഷം തന്നെ ഞങ്ങൾ പോസിറ്റീവായിട്ട്, ഞങ്ങൾ 2 പേർക്ക്, എനിക്കായാലും വൈഫിനായാലും കുട്ടികൾക്കായാലും. കുട്ടികളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭയങ്കര ഉത്സാഹം അവർ. കൂടാതെ യുകെയിൽ നിന്ന് ഉപേക്ഷിച്ച് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ വിൻ്റർ ടൈമിൽ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളാണ് എല്ലാ പ്രദേശവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വിൻ്റർ ടൈമാണ്. വിൻ്റർ ടൈം ആയാൽ തന്നെ നല്ല സൂര്യപ്രകാശമുണ്ട്, ഒരു മിതമായ ചൂട് നമുക്ക് കിട്ടുന്നുണ്ട്, തുണിയൊക്കെ ഉണക്കാനുള്ള ഒരു ചൂട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവായിട്ടും എനിക്കിവിടെ തോന്നുന്നത്. ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സങ്കടം, യുകെയിൽ പോലെ ബാറുകളോ പബ്ബുകളോ ഇവിടെ ഇല്ല. പിന്നെ പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, ജോലി കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, കുട്ടികളുമായിട്ട് താമസിക്കുന്നവർക്ക് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ. അതൊക്കെ ചുമ്മാതാണ്. നമ്മൾ ഇവിടെ വന്ന് ഒരാഴ്ച ഒരു പ്രോസസ്സിംഗ് ഉണ്ട്, നമ്മുടെ ബാങ്ക് കാർഡ്, ചിൽഡ്രൻസ് വിത്ത് വർക്കിംഗ് എന്ന് പറഞ്ഞ് കുറേ പ്രോസസ്സിംഗ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ ഈസിയായിട്ട് ജോലി കിട്ടാനൊക്കെയുള്ള സാധ്യതകൾ ഏറെ ആണ് ഇവിടെ. യുകെയിൽ പോലെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. പബ്ബുകളിലേക്കും ബാറുകളിലേക്കും നോക്കിയാൽ അത് മാത്രം ഇല്ലെന്നുള്ള ഒരൊറ്റ സങ്കടമേ ഉള്ളൂ. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ഇതിലൂടെ അപ്ലോഡ് ചെയ്യും, എല്ലാവരും കാണണം. അപ്പോൾ